ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൂടെ ഒരു ടൂറും ഇന്ന് പറിക്കുന്ന ചില പച്ചക്കറികൾ ചേർത്ത് 2 കറികളുമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ പച്ചക്കറി തോട്ടത്തിലെ തക്കാളിയും വഴുതനയും പയറും പച്ചമുളകും ഒക്കെ നട്ടിട്ട് ഇപ്പോൾ 2 മാസം ആകുന്നതേ ഉള്ളൂ. 2 മാസം കഴിഞ്ഞിട്ടില്ല. എല്ലാം വിളവെടുക്കാനായിട്ട് പാകത്തിന് ആയിട്ടുണ്ട്. നമ്മളിതിന് ചാണകവും ആട്ടിൻ കാഷ്ടവും മാത്രമാണ് വളമായിട്ട് ചേർത്തിട്ടുള്ളത്. 2 മാസം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ആണെങ്കിൽ നെയ്ബേഴ്സിന് കൊടുക്കാൻ കൂടെ തികയുമായിരുന്നു. അതുപോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം വിഷരഹിതമായ പച്ചക്കറികൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗാർഡനിൽ നിന്ന് നമ്മൾ പറിച്ചിട്ടുള്ളത് ഈ പച്ചക്കറികളൊക്കെയാണ്. ഇതിൽ നിന്നും നമ്മൾ ഇപ്പോൾ പച്ചത്തക്കാളിയുടെ ഒരു തോരനും അതുപോലെ തന്നെ വഴുതനങ്ങയുടെ ഒരു മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പയറ് വെച്ച് തോരൻ നാളെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ആദ്യം നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി പച്ചത്തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. 2 കപ്പ് പച്ചത്തക്കാളി തോരൻ അന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുറച്ച് കറിവേപ്പില, 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 ചുവന്നുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക് കീറിയിട്ടിരിക്കുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകിട്ട് അത് പൊട്ടുമ്പോൾ അതിലേക്ക് ചുവന്ന ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഉപ്പും കൂടെ നന്നായിട്ട് അരപ്പിനോട് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് ആവി വരുമ്പോൾ തന്നെ തുറന്ന് വെച്ച് ഉണക്കി തോർത്തി എടുക്കുക. നമ്മുടെ പച്ചത്തക്കാളി തോരൻ റെഡിയാകുന്നതാണ്. ഒരുപാട് വെന്തു പോയാൽ അത് കുഴഞ്ഞു പോകും. ശകലം വെള്ളം പോലും ചേർക്കരുത്. നല്ല അടിപൊളി തോരൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിനുവേണ്ടി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച വഴുതനങ്ങ, 1 സവാള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്. പാൻ ചൂടാകുമ്പം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കണ്ടോ, ഇച്ചിരി വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അന്നേരമാണ് അതിൻ്റെ മെഴുക്കുവരട്ടിക്ക് നല്ലൊരു അപ്പിയറൻസ് കിട്ടുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 വഴുതനങ്ങയേ ഉള്ളൂ, അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർക്കാവുള്ളൂ. അടച്ചു വെക്കേണ്ട, തുറന്നു വെച്ച് തന്നെ വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഒരു നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്. നമ്മുടെ മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ലഭിച്ച പച്ചക്കറികളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ പച്ചത്തക്കാളി തോരനും വഴുതനങ്ങ മെഴുക്ക് വരട്ടിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.